ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി സുബിൻ ഇറാനി, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം മദീനയും മസ്ജിദുൻ നബവിയും സന്ദർശിച്ച വാർത്തകൾ കണ്ടുവല്ലോ. അവിശ്വാസികൾക്ക് ഹറമുകളിൽ പ്രവേശനാനുമതി നൽകാമോ? മക്കയും മദീനയും വിധിയിൽ ഒരുപോലെയാണോ? എന്തുകൊണ്ടാണ് ഹറമിൽ അവിശ്വാസികൾക്ക് പ്രവേശനാനുമതി നിഷേധിക്കപ്പെടുന്നത്? ഭരണാധികാരികൾക്ക് ഈ വിലക്ക് എടുത്തുകളയാൻ അധികാരമുണ്ടോ? അതുപോലെ സൗദി അറേബ്യയിൽ മദ്യവിൽപ്പന ആരംഭിച്ചുവെന്ന വാർത്തയും വന്നു. അമുസ്ലിങ്ങൾക്ക് മാത്രമാണത്രേ മദ്യം ലഭ്യമാകുക. ഇങ്ങനെ നൽകാമോ? നിഷിദ്ധതയുടെ കാര്യത്തിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും വ്യത്യാസമുണ്ടോ? നമ്മുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ മദീനയിൽ ചെന്ന് അവിടെ പ്രവേശനാനുമതിയും സന്ദർശനാനുമതിയും ലഭിച്ചു എന്നാണ് പറഞ്ഞത്. അവിശ്വാസികൾക്ക് ഹറമുകളിൽ പ്രവേശനാനുമതി നൽകാമോ? മക്കയും മദീനയും വിധിയിൽ ഒരുപോലെയാണോ എന്നതാണ് ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം. രണ്ടും അള്ളാഹുവിന്റെ ഹറമുകളാണ്, മഹത്തായ ഭൂപ്രദേശങ്ങളാണ്. ഏറ്റവും ഷറഫുള്ള മുന്തിയ അഫ്ളലായ ഹറമ് മക്കയാണ് എന്നാണ് വളരെ പ്രബലമായ അഭിപ്രായം. നിയമങ്ങളും സവിശേഷതകളും കൂടുതലും മക്ക ഹറമിന് തന്നെയാണ്. 8-9 ഖസായിസുകൾ മക്കയുടെ ഹറമിനെ സംബന്ധിച്ച് നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. അതുപോലെ മദീനയിലെ ഹറമിനും ബാധകമാണെങ്കിലും ചില വിഷയങ്ങളിലൊക്കെ മക്കയും മദീനയും ഹറമുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതിലൊന്നാണ് മക്കയിൽ ഇഹ്റാമോട് കൂടെ മാത്രമേ പ്രവേശിക്കാവൂ എന്നാണ് ബഹുഭൂരിപക്ഷം ഇമാമുകളും അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ മദ്ഹബിലും അത് സുന്നത്തു തന്നെയാണ്, ഇഹ്റാമില്ലാതെ പ്രവേശിക്കരുത് എന്ന് തന്നെയാണുള്ളത്. അത് മദീനയെ സംബന്ധിച്ച് ബാധകമല്ല. ഇതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അതുപോലെ തന്നെ അവിശ്വാസികളെ പ്രവേശിക്കാൻ അനുമതി നൽകരുത് എന്ന് പറയുന്ന വിഷയത്തിലും മക്ക ഹറമ് മാത്രം സവിശേഷപ്പെട്ട് നിൽക്കുന്നു. അവിടെ പ്രവേശിപ്പിക്കൽ ഹറാമാകുന്നു എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം ഇമാമുകളുടെയും അഭിപ്രായം, പ്രവേശിപ്പിക്കുന്നത് തന്നെ. എന്നാൽ ഇമാം അഅ്ലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തങ്ങൾ അവർ അവിടെ സ്ഥിരതാമസമാക്കുന്ന വിധത്തിലുള്ള പ്രവേശനമാണ് ഹറാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടേക്ക് അമുസ്ലിമീങ്ങൾക്ക് പ്രവേശനമില്ല, പ്രവേശിപ്പിക്കരുത് എന്നത് വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്യമാണ്. വലാ യഖ്റബുൽ മസ്ജിദൽ ഹറാം എന്ന് സൂറത്തു തൗബയിലെ ഉത്തരവാദിത്വം ഒഴിഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ഹജ്ജ് ഫർദാക്കപ്പെട്ട ആദ്യ വേളയിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ ഭാഗത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മസ്ജിദുൽ ഹറാമിലേക്ക് അവിശ്വാസികൾ പ്രവേശിക്കാൻ പാടില്ല. മസ്ജിദുൽ ഹറാം എന്നുകൊണ്ട് അവിടെ ഉദ്ദേശം മക്ക മൊത്തമാണ്. മക്കയും അടങ്ങുന്ന ഹറം, ആ മക്കയിലെ ഹറം പ്രദേശമാണ്. ഈ ഹറം പ്രദേശത്തിലേക്ക് അമുസ്ലിമീങ്ങൾക്ക് പ്രവേശനം പാടില്ല എന്ന നിയമമുണ്ട്, അനുവദിക്കാനും പാടില്ല. അത് പുതിയ സർക്കാരുകൾക്ക് മാത്രം അനുവദിക്കാവുന്നതല്ല, അള്ളാഹുവിന്റെ ഒരു നിയമമാണ്. അള്ളാഹുവിന്റെ നിയമം ബാധകമായ കാലത്തൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു വ്യത്യാസം ഏതിലുള്ളൂ, സ്ഥിരതാമസമാക്കുന്നതിനുള്ള, വീട് വെച്ച് താമസിക്കുന്നതിനുള്ള പ്രവേശനമാണ് നിഷിദ്ധം എന്ന് അബൂ ഹനീഫ തങ്ങൾ പറയുന്നു. ബാക്കിയുള്ളവരൊക്കെയും സ്ഥിരം പ്രവേശിക്കുക എന്നല്ല, അല്ലാതെ പ്രവേശിക്കുന്നതിന് നിഷിദ്ധമാണെന്ന് പറയുന്നു. ആ നിഷിദ്ധമായ വിധി അത്ര കർക്കശമായ രീതിയിൽ, നിർബന്ധമായ രീതിയിൽ മദീനയ്ക്കില്ല. മദീനയിലും പ്രവേശിപ്പിക്കാതിരിക്കൽ തന്നെയാണ് സുന്നത്ത് എന്ന് നമ്മുടെ മദ്ഹബിൽ പ്രത്യേകം ഊന്നി പറയുന്നുണ്ട്. മക്കയുടെ ഹറമിൽ ഈ സവിശേഷത വരാറുള്ള കാരണം അള്ളാഹുവിന്റെ ഏറ്റവും ശരീഫായ തിരുദൂതരെ, എന്നേക്കുമായി റസൂലായി അള്ളാഹു താല അയച്ചിട്ടുള്ള തിരുദൂതരെ, ബാക്കി എല്ലാ ദൂതന്മാരും 1,24,000 അമ്പിയാക്കളും നബിയുടെ പ്രതിനിധികളാണ്. നബിയെക്കുറിച്ച് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി നിയോഗിതരായിട്ടുള്ളവരാണ്. നബിയെക്കുറിച്ചുള്ള അറിയിപ്പ് അവരവരുടെ ജനതയ്ക്ക് നൽകാൻ വേണ്ടി പ്രത്യേകം അയക്കപ്പെട്ടിട്ടുള്ളവരാണ് മുർസലുകൾ. അവരുടെ ഒക്കെ നേതാവ് അഷ്റഫുൽ ഖറാത്ത് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർകളെ മക്ക നാട്ടിൽ നിന്ന് അവിശ്വാസികളുടെ അന്നത്തെ വിഭാഗം പുറത്താക്കി നബി ആ നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ചു എന്ന് പറയുന്ന ആ ഒരൊറ്റ ക്രൂരമായ ഇടപാട്, അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പ്രദേശം, ഹബീബിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കഅബ, ആ മണ്ണിൽ അള്ളാഹുവിന്റെ റസൂലിനെ താമസിക്കാൻ ഇബാദത്ത് ചെയ്യാൻ അനുവദിക്കാതെ പുറത്താക്കി എന്നതിന്റെ പേരിൽ അവിശ്വാസി വർഗത്തെ തന്നെ എന്നേക്കുമായി പുറത്താക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് നമ്മുടെ ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട്. ഇമാമുൽ ശാഫിഈ തങ്ങളുടെ അവർ തന്നെ തന്റെ ഉമ്മിൽ അക്കാര്യം വിവരിച്ചിട്ടുണ്ടെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ തഫ്സീറിലും മറ്റൊക്കെ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നിലക്ക് ആ പറഞ്ഞ വിഷയം മക്കത്തേക്കുള്ളൊരു, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മക്കയിൽ പ്രവേശിക്കുന്നത് അനുമതിയില്ല, അത് ഇവർക്കും നൽകിയിട്ടില്ല. മദീനയിൽ പ്രവേശിക്കുന്നതിന് അനുമതി നൽകുന്നത് പാടില്ല എന്ന നിയമം അതിന് ബാധകമില്ല. സുന്നത്താണ് അവരെ പ്രവേശിപ്പിക്കാതിരിക്കൽ എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലക്കാവാം അവിടുത്തെ സർക്കാർ ആക്കിയതില്ല. ഇവിടുത്തെ സർക്കാർ അവരേത് മതഹബ് അനുസരിച്ചാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊക്കെ മതഹബ് അനുസരിച്ച് തന്നെയാണ്, ഇനി വരേണ്ട കാലത്ത് മതമില്ലാതെയൊക്കെ വരാലോ. അപ്പൊ ആ നിലക്ക് അവിടെ പ്രവേശനാനുമതി നൽകിയെങ്കിലും മക്കയിൽ ഹറമിൽ പ്രവേശനാനുമതി നൽകാത്ത ഇന്നത്തെ നില, അതുപോലെ വിസ അവർക്ക് അവിടെ നൽകൂല, അവിടേക്ക് പോകാൻ അനുവദിക്കപ്പെടൂല എന്നത് ഇന്നത്തെയും എന്നത്തെയും നിയമമാണ്. സർക്കാരുകൾക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന നിയമമല്ല ഇത്. മുത്തനബിയെ സ്നേഹിച്ചും മുത്തനബിയെ ബഹുമാനിച്ചും മുത്തനബിയുമായി ബന്ധപ്പെട്ടുള്ള ഷറഫിനെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ ശാശ്വതമായ ഒരു നിയമമാണിത്. ആ നിയമം മദീനക്ക് ബാധകമല്ല. പിന്നുള്ളത് സൗദി അറേബ്യയിലെ മദ്യവിൽപ്പന ആണ്. സൗദി അറേബ്യയിൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ പല രാഷ്ട്രങ്ങളും പലതും കാണില്ലേ. പാശ്ചാത്യ രാഷ്ട്രങ്ങളാണ് കാര്യമായിട്ടും മിക്കവാറും മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒക്കെ മാതൃക. ആ മാതൃക ഉൾക്കൊണ്ട് പല രാഷ്ട്രങ്ങളും പല സ്വഭാവത്തിലാണ്. വിശേഷിച്ച് UAE പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ പരിഷ്കാരത്തിന്റെ മേലേ തലയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. ഇതൊക്കെ വരുമാനങ്ങളൊക്കെ കണ്ടിങ്ങനെ വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ പലതുമുണ്ട്. ഈ കാലം അത്രയും, ഈ അടുത്ത കാലം അത്രയും വളരെ സുന്ദരമായ ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പെണ്ണിന് പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങുകയാണെങ്കിൽ പൂർണ്ണമായ ഹിജാബ് പാലിച്ചുകൊണ്ടാവണം.
മുസ്ലിമീങ്ങളായ സ്ത്രീകൾ അമേരിക്കക്കാരായവർ പോലും പുറത്തിറങ്ങണമെങ്കിൽ അവരുടേതായ രീതിയിലുള്ള അവർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടൊരു മുറ അവർ പാലിക്കണം. 2 തരം ക്ലാസ് റൂമുകൾ, സംഘടിതമായിട്ടുള്ള ക്ലാസ് റൂമുകളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. ഇതൊക്കെ നല്ല 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 നിയമങ്ങളായിരുന്നു. പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകില്ല. ഇതൊക്കെ മാറി മാറി മറിഞ്ഞ് പുതിയ പരിഷ്കാരങ്ങൾ അവിടെ പലതും വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മദ്യവിൽപ്പനയും വന്നിട്ടുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമാണ്, പ്രയാസകരമാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രമേ മദ്യം നൽകൂ, അല്ലാത്തവർക്ക് നൽകില്ല എന്നാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്കും വിൽക്കാൻ പാടില്ലാത്ത തന്നെയാണ് മദ്യം. മദ്യം ഏത് രാജ്യം എവിടെ വിറ്റാലും ആ രാജ്യത്തിന് എന്നും അതിന്റെ ശാപമാണ്. ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധി ധാരാളാക്കുന്ന ഒരു സാധനമില്ല. ആ സാധനം ആർക്ക് കൊടുത്താലും അത് കുറ്റകരവുമാണ്, രാഷ്ട്രത്തിന് താഴ്ചയുമാണ് എന്നതാണ് നമ്മുടെ നിയമം. എന്നാൽ പരലോകത്ത് അവിശ്വാസികൾക്ക് ശിക്ഷ ലഭിക്കും എന്ന നിലക്ക് അവരെ സംബന്ധിച്ചിടത്തോളവും അത് നിഷിദ്ധം എന്ന നിയമമുണ്ടെങ്കിലും ദുന്യാവിൽ അവർക്ക് വിൽക്കുന്നതും ദുന്യാവിൽ അവർക്ക് കുടിക്കുന്നതും സർക്കാരുകൾക്ക് തടയാൻ പറ്റില്ല എന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ നിയമം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. നമുക്ക് മതബിൽ അത് ബലപ്പെട്ട അഭിപ്രായമൊന്നുമല്ല. ആ നിലക്ക് ചിലപ്പോൾ മുസ്ലിമീങ്ങൾക്ക് നൽകി. അപ്പോൾ നോമ്പിനൊക്കെ തന്നെ മുസ്ലിമീങ്ങൾക്കായാലും ഭക്ഷണം നൽകാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം. മുസ്ലിമീങ്ങൾക്ക് നമ്മളുമായി നോമ്പില്ലല്ലോ, എങ്കിലും അവർക്ക് ഭക്ഷണം നൽകരുത്. കാരണം നോമ്പ് വൽക്കൽ അവർക്ക് നിർബന്ധമാണ്, മുസ്ലിമായി നോമ്പ് വൽക്കേണ്ടവരാണ് എന്നാണ് അവരെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട്. നോമ്പ് വൽക്കാത്തതിന്റെ പേരുള്ള ശിക്ഷ അവർക്ക് കിട്ടുമെന്ന് ഖുർആനിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. ഞാനുസല്ലി, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ അങ്ങനെയായി നോക്കും, ഞാൻ എന്ന വിശ്വാസികൾ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിസ്കാരം ഒഴിച്ച കുറ്റം, നോമ്പിന്റെ കുറ്റം, കള്ളുടിച്ച കുറ്റം, ഇതൊക്കെ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഒരുപോലെയാണ്. ആഖിറത്തിൽ കുറ്റകരമാവുക, നിഷിദ്ധമാവുക എന്നതിൽ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ മുസ്ലിം സർക്കാരുകൾക്ക് കീഴിൽ അവർക്ക് അനുമതി നൽകുമ്പോൾ അവരുടെ നിയമപ്രകാരം പ്രത്യേകം വിലക്കപ്പെടാത്ത കാര്യങ്ങളിലൊക്കെ പാലിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് നിയമമുഖേന നൽകപ്പെടുന്നത്.